ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവിൻ്റെ ശബ്ദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. പകലിൻ്റെ തണുപ്പിൽ എന്ന വാക്യത്തിന് 2 വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഒന്നാമതായി അത് അതിരാവിലെ സമയങ്ങളെ സൂചിപ്പിക്കാം. എന്നെ അതിരാവിലെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. ദിവസത്തിലെ ഏറ്റവും ഉന്മേഷദായകമായ സമയം സാധാരണയായി പുലർച്ചെ 4-നും 5-നും ഇടയിലാണ്. രണ്ടാമതായി അത് കർത്താവിന് പ്രസാദകരവും ഉന്മേഷദായകവുമായ ദിവസത്തിന്റെ സമയത്തെയും അർത്ഥമാക്കാം. നാം അവന്റെ ഹൃദയത്തിന് ആനന്ദം നൽകുന്ന സമയം, അതാണ് സ്തുതിയുടെയും ആരാധനയുടെയും സമയം. നാം അവന്റെ മുൻപാകെ ആത്മാവിലും സത്യത്തിലും പാടുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അപ്പോഴാണ് അവൻ ഇറങ്ങി വന്ന് നമ്മുടെ സ്തുതികളുടെ നടുവിൽ വസിക്കുന്നത്. നമ്മളോടൊപ്പം സംസാരിക്കുന്നത് കർത്താവാണ്. അവന്റെ ശബ്ദം മധുരമായും സ്നേഹത്തോടെയും പ്രതിധ്വനിക്കുന്നു. എൻ്റെ പ്രിയനെ, നീ എൻ്റേതാണ് എന്ന് അവൻ പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകുന്നു. ഉത്തമഗീതത്തിൽ നമ്മുടെ ദിവ്യപ്രേമിയുടെയും ശബ്ദം പോലെയാണ് നാം അവൻ്റെ ശബ്ദം കേൾക്കുന്നത്. സ്നേഹത്തോട് അവൻ്റെ മാർവിൽ പറ്റിപ്പിടിക്കണം. തിരുവെഴുത്തുകളിൽ ദൈവം ശമൂവേലിനെ വിളിച്ചു. ശമൂവേൽ കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ബൈബിൾ പറയുന്നു, കർത്താവ് വന്ന് അവിടെ നിന്നു. മുമ്പത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അപ്പോൾ ശമൂവേൽ പറഞ്ഞു, അരുളി ചെയ്യണമേ, നിന്റെ ദാസൻ കേൾക്കുന്നു എന്ന്. ഇതൊന്ന് ശമൂവേൽ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. അന്ന് ശമൂവേലിന് ഏകദേശം 3-4 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഒരു കൊച്ചുകുട്ടിയായിരിക്കെ അത് കർത്താവിന്റെ ശബ്ദമാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാനുള്ള ആത്മീയ പക്വത അവനുണ്ടായിരുന്നിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പഠിച്ചുകൊണ്ട് വളർന്ന ശമൂവേൽ കർത്താവിന്റെ കൈകളിൽ ശക്തനായ ഒരു പ്രവാചകനായി. അവൻ വളർന്നു. കർത്താവ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. ദൈവം മുതിർന്നവരെ മാത്രമല്ല വിളിക്കുന്നത്, അവൻ കുട്ടികളെയും വിളിക്കുന്നു. അതിനാൽ ചെറുപ്പം മുതലേ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ കുട്ടികളെ ഒരുക്കുക. നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മേൽ തന്റെ ആത്മാവിനെ പകരുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് യോവേൽ 2-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണാം. അതെ, അവൻ നിങ്ങളുടെ മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും അവന്റെ ആത്മാവിനെ പകരും. നിങ്ങൾ കർത്താവിനെ കാണാനും അവനോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന് മത്തായി 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയപ്പെടുന്നു. രണ്ടാമതായി, ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളെ തന്നെ താഴ്ത്തുക. കർത്താവെ, എന്നോട് സംസാരിക്കണമേ, കർത്താവെ സംസാരിക്കണമേ, നിന്റെ ദാസൻ കേൾക്കുന്നു, നിന്റെ ശബ്ദത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് തുടരുക. ദൈവമക്കളെ, കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യെഹെസ്കേൽ 43-ാം അധ്യായം 2-ാം വാക്യം. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം 89 മുതൽ 176 വരെയുള്ള വാക്യങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 8-ാം അധ്യായം. ആമേൻ.